അതായത് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹമ്മദിയ ജമാഅത്തിന് ആ കാലഘട്ടത്തിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ സ്ഥാപകരും ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയാനുള്ള ഒരു കാരണമായി മറ്റു മുസ്ലിങ്ങൾ തന്നെ ഇവർ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരല്ല, മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ജിഹാദിനെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജിഹാദിനെ നിഷേധിക്കുന്നില്ല. എന്താണ് ജിഹാദ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് അഹമ്മദിയ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമല്ല, പ്രവാചകൻ തന്നെ ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ ആത്മാവിനോട് ചെയ്യുന്നതാണ്, ആത്മാവിനോട് ചെയ്യുന്ന സമരമാണ്. ആത്മാവിനെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യൻ ധാർമ്മികവും ആധ്യാത്മികവുമായ മേഖലയിൽ പുരോഗതി പ്രാപിക്കാൻ വേണ്ടി സ്വന്തം ആത്മാവിനോട് മനുഷ്യൻ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ ജിഹാദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരിക്കൽ ഒരു യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ജിഹാദിൽ നിന്ന് ഏറ്റവും വലിയ ജിഹാദിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആത്മസംസ്കരണമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ യുദ്ധങ്ങൾ, പ്രവാചകൻ്റെ കാലഘട്ടത്തിലുണ്ടായ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അതൊന്നും തന്നെ മത പരിവർത്തനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മതത്തെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് ആ കാലഘട്ടത്തിൽ വാളുകൊണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സമയത്ത് അവിടെ അത്തരം പ്രതിരോധിക്കുവാനുള്ള അനുവാദം നൽകി എന്നുള്ളത് അന്നത്തെ സാഹചര്യം അതായിരുന്നു. അത് മതത്തെ വ്യാപിപ്പിക്കുവാനോ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാനോ വേണ്ടി ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല. അത് തന്നെ വിശുദ്ധ ഖുർആൻ ആ സന്ദർഭം തന്നെ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ആ സന്ദർഭം വിവരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ വീടുകളിൽ നിന്ന് വീടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയും വീടുകളിൽ നിന്ന് ഇറക്കി വിടുകയും എല്ലാവിധത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കണം, മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കാൻ പോലും അനുവദിക്കാതെ അത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ പ്രതിരോധിക്കുവാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു. ഇങ്ങനെ പ്രതിരോധിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല എങ്കിൽ പറയുന്നത് ഇവിടെ അമ്പലങ്ങളോ പള്ളികളോ ക്രിസ്തീയ ദേവാലയങ്ങളോ സെനഗോഗുകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന് പറയുന്നത് കേവലം അവൻ്റെ പള്ളിയും അവൻ്റെ വിശ്വാസവും സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി, എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഇത് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനമാണ്. അപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത്, അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ജിഹാദ് എന്ന് പറയുന്നത് ആത്മസംസ്കരണമാണ്. അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ, എല്ലാ ആരാധനാലയങ്ങളുടെയും അവകാശം ഇതെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിന്, ഇതെല്ലാം തന്നെ നിലനിർത്തുന്നതിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റ് വിശ്വാസങ്ങളെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല ജിഹാദ് കൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് അഹമ്മദിയ ജമാഅത്ത് പറയുന്നത്. അതായത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.